ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ സുനിൽ മഠത്തിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദൈവം എന്നെ സ്നേഹിക്കുന്ന തുടർ പരമ്പരയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയേറെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് എന്തുമായിക്കോട്ടെ, അത് നിങ്ങൾ വിളിക്കുക, സംസാരിക്കുക, നമുക്ക് ഒരുമിച്ചൊരു പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ പറയുന്ന പ്രാർത്ഥനാ വിഷയം എനിക്കും കർത്താവിനും മാത്രമേ അറിയുകയുള്ളൂ, കൂടെ പറയുന്നത് നിങ്ങൾക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ താണിരിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ. പരിശുദ്ധാത്മാവ് വരുന്ന ചില ചിന്തകളാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ പങ്കുവെച്ചത്. വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ചില ചിന്തയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. കാരണം ഇത് ഇങ്ങനെ വരാൻ കാരണം കുറച്ച് കാലങ്ങളായിട്ട് ചില സഹോദരന്മാരെ വിളിക്കുമ്പോൾ പറയുകയുണ്ടായി, സഹോദര ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങൾക്ക് ഇത്രമാത്രം വിഷയങ്ങൾ വരുന്നത്, ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല സഹോദര എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങളായിട്ട് ഞാനും ബന്ധപ്പെട്ട് കുറേ പ്രയാസത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അതിനകത്ത് തന്ന ഒരു മറുപടി, കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നൊരു മറുപടി, അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതികൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ പറയാം, ചില പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് നേരിടാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് നേരിടാൻ കഴിയാത്ത അപമാനങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അപകീർത്തികളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളുണ്ടാകുമ്പോൾ ഒക്കെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തത പറയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെല്ലാം സമർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ സങ്കീർത്തനം 46:10 ഇങ്ങനെ പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊള്ളുവിനെന്ന് പറയുകയുണ്ടായി. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊള്ളുവിനെന്ന് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, അത് ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ പറയാം, പല വിഷയങ്ങളിലും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഇടപെടാൻ സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. മനസ്സ് പോലും അറിയാത്ത കാര്യങ്ങൾ, മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഈ മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? പ്രിയമുള്ളവരെ, കളവ് പറയുന്നതിന് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ, മറ്റുള്ളവൻ്റെ സങ്കടം കാണുന്നതിന് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ പറയുന്ന വാക്കുകൾ, പ്രിയമുള്ളവരെ, അത് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമുദായത്തിലുള്ളവരായിരിക്കാം, പള്ളിയിലുള്ളവരായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. പ്രിയമുള്ളവർ, നമുക്കൊരു മനുഷ്യൻ്റെ ചിന്ത ഏത് രീതിയിൽ പോകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ചില കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ അപമാനിക്കപ്പെടുന്നത്. പിള്ളേർ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ. ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആരോപണങ്ങൾ, പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിള്ളേരെ, അപ്പോഴൊക്കെ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. പിള്ളേരെ, ചില വിഷയങ്ങൾക്ക് 10-30 വർഷത്തിന് ശേഷം എനിക്ക് മറുപടി കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ കർത്താവ് മറുപടി തരുന്നത് അങ്ങനെയാണ്. ഞാനൊരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് 18 വർഷം ഞാനും എൻ്റെ കുടുംബവും ഒരുപോലെ പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾക്കൊരു ഭവനം പണിയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണമേ എന്നുള്ളത്. പിന്നീട് 18 വർഷത്തിന് ശേഷം ഞങ്ങൾ 5 വർഷം കൊണ്ട് പെരപ്പണി പൂർത്തീകരിക്കാം, തൽക്കാലം തറ കെട്ടി ഇടാം, എന്നിട്ട് കുറച്ച് കല്ലൊക്കെ ഇറക്കി വെക്കാം, കാരണം അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 3 ലക്ഷം രൂപ. നിങ്ങൾക്കറിയാം, 3 ലക്ഷം രൂപ ഒരു പെര പണിയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് 5 വർഷം കൊണ്ട് നമുക്ക് പരമാവധി പൂർത്തീകരിക്കാൻ ശ്രമിക്കാം, 5 വർഷം സമയമെടുക്കാം, തറ കെട്ടിയിടാം എന്നൊക്കെ കണക്കൂട്ടിയിട്ടാണ് ഞാൻ പെരപ്പണി ഇറങ്ങിയത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, കർത്താവിൻ്റെ സമയം അടുത്തു. കർത്താവ് എനിക്ക് പെരപണിയേണ്ട സമയമായിരുന്നു. 1.5 വർഷം എടുത്തില്ല, ഏകദേശം 1.25 വർഷം കൊണ്ട് ഞാൻ പെരപ്പണി പൂർത്തീകരിച്ച് വീട്ടിൽ കയറിക്കൂട്ടി. ആ വീട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പഴയ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അറിയാം എൻ്റെ പഴയ വീടിൻ്റെ ശോചനീയമായ അവസ്ഥ. ഓക്കെ.
അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയത്തിനുണ്ട് നമ്മൾ സമയം ചിലപ്പോൾ ദീർഘമായിരിക്കാം, പക്ഷേ നൽകുന്ന അനുഗ്രഹം അത് വലുതാണ്. അതിനുവേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ അവമാനങ്ങൾ എത്ര വലുതായിക്കോട്ടെ, നമ്മുടെ സങ്കടങ്ങൾ എത്ര വലുതായിക്കോട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലുതായിക്കോട്ടെ, അതിനൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടിയുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്ന് കരഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ചില ആരോപണങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമുക്കുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ മറുപടി പറയാൻ കഴിയില്ല. കാരണം ചില സാക്ഷി മൊഴികൾ, സാഹചര്യത്തിലൊക്കെ നമുക്കെതിരായിട്ട് വരും. മറുപടി ഇല്ല അതിനകത്തൊന്നും. പക്ഷേ മറുപടി ഉണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് മറുപടി ഉണ്ട് പ്രിയമുള്ളവരെ. അത് ലഭിച്ചിട്ടുമുണ്ട്. അത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് പേരുടെ. എന്നോട് പല ആളുകളും പല വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, പല വിഷയങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച്. ഇതിനുള്ളവരെ നമുക്ക് അങ്ങനത്തെ ഒരു ചങ്ങാതി നമ്മുടെ ബൈബിളിലുണ്ട്. ഇതുപോലെ ചെയ്യാത്ത തെറ്റിന് അവൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ, അവൻ സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ഒരുപാട് വന്നു. പക്ഷെ അവസാനം അവനെ ദൈവം ഉയർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നമുക്ക് അവനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം, അതേക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു ചങ്ങാതിയുണ്ട്, യോസേഫ് എന്ന് പറയും. യാക്കോബിൻ്റെ ഇളയ സന്തതി യോസേഫിനെ കുറിച്ചാണ് ഇത്. പരിശുദ്ധാത്മാവ് നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ പല ആളുകൾ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് തന്നൊരു മറുപടിയാണ് യോസേഫിൻ്റെ ചരിത്രം. ഈ യോസേഫിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇളയവൻ എന്ന നിലയ്ക്ക് കുടുംബത്തിലൊരു ആളിലേക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അവൻ്റെ മുതിർന്ന സഹോദരന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ യോസേഫിനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. ഒരിക്കൽ സ്വപ്നം കണ്ടു, അവൻ കണ്ടത്തിൽ, അവരെല്ലാവരും കണ്ടത്തിൽ, അവന് മാത്രമല്ല കണ്ടത്തിൽ അവരെല്ലാവരും അവനും അവൻ്റെ സഹോദരങ്ങളെല്ലാം കൂടി കൊയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ കറ്റ എഴുന്നേറ്റ് തല നിവർത്തി നിന്നു. ഇവൻ്റെ സഹോദരന്മാരുടെ കറ്റകൾ എല്ലാം ഇവൻ്റെ മുമ്പിൽ, ഇവൻ്റെ ചുറ്റുമായിട്ട് വണങ്ങി നിന്നു. പിന്നീട് ഒരിക്കലും അവൻ സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും 11 ഗ്രഹങ്ങളും അവനെ വണങ്ങുന്നതായിട്ട്. ഈ സ്വപ്നങ്ങളൊക്കെ ഇവൻ്റെ വീട്ടിൽ പറഞ്ഞു, ചേട്ടന്മാരോട് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെന്താ നിന്നെ വണങ്ങണോ? അവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ പറയുന്നതാണ്. ഇവൻ്റെ അപ്പനത് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചു. പക്ഷേ ഇവൻ്റെ സഹോദരങ്ങൾ അത് അവർക്ക് അസൂയ അങ്ങോട്ട് വർദ്ധിപ്പിക്കാനിടയായി, കുശുമ്പ് വർദ്ധിപ്പിക്കാനിടയായി, ശത്രുത വർദ്ധിപ്പിക്കാനിടയായി. പക്ഷെ ഇവൻ അവരോട് എന്തെങ്കിലും ചെയ്തോ? സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ സ്വപ്നം കണ്ടു, സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഏതായാലും കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടിനെ മേയ്ക്കുന്നുണ്ട്, നീ അവിടെ പോയിട്ട് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വാ. യോസേഫിന് സന്തോഷമായി. ചെറിയ പ്രായമല്ലേ. അവനെന്ത് ചെയ്ത്, അവൻ അപ്പൻ ആ കാലഘട്ടങ്ങളിൽ കൊടുത്ത പുതിയൊരു നിലയങ്കയുണ്ട്, ആ നിലയങ്കയൊക്കെ ബോധിച്ച് അവൻ പോയി. വളരെ സന്തോഷത്തോടെ ഇവിടെ സഹോദരന്മാരെ കാണാമല്ലോ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ ഇവൻ വരുന്ന ദൂരത്ത് നിന്ന് കണ്ട സഹോദരന്മാർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ കൊല്ലാം. പക്ഷെ അതിനകത്തുള്ള ഒരു സഹോദരൻ ഇവരോട് എന്തോ ഒരു കനിവ് തോന്നി, രൂപേൺ. അവൻ പറഞ്ഞു, അവനെ കൊല്ലാൻ പറ്റില്ല, അവനെ നമുക്ക് ആ കുഴിയിലിട്ട് കളയാം. ഇവരുടെ ചില കാര്യങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ വരുന്നത് അവിടെയാണ്. ഏറ്റവും ഒരു അവസ്ഥയിൽ വരുമ്പോൾ, സങ്കടം പിടിച്ച അവസ്ഥയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ വരുമ്പോഴായിരിക്കും ഒരു വ്യക്തിയെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവ്, കൈപിടിച്ച് ഉയർത്താൻ കൊണ്ടുവരുന്നത്, നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കാൻ കർത്താവ് കൊണ്ടുവരുന്നത് ഒരു വ്യക്തി.
അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. റൂബേൻ പറഞ്ഞു, പറ്റില്ല, അവൻ നമ്മുടെ സഹോദരനാണ്, അവനെ കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്ക് എതിർത്തു. ഏതായാലും ഇവനെ പിടിച്ച് ഇവൻ്റെ തലയൊക്കെ ഊരിയെടുത്ത ശേഷം ഇവനെ വലിയൊരു കുഴിയിലേക്ക് കൊണ്ടിട്ടു. യോസഫ് അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടാകാം അല്ലേ, സ്വാഭാവികമാണ്. തൻ്റെ ജീവിതത്തോട് തീർന്നല്ലോ, തൻ്റെ സഹോദരന്മാർ തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ നോക്കുമ്പോൾ ദൂരത്തുകൂടെ ഒരു ഇസ്മായിലിയ കച്ചവടക്കാർ, ഇസ്മായിലിയർ, അവർ പോന്നു. അപ്പോൾ അവർ വേഗം ഒരു കാര്യം ചെയ്യും, നമുക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് ജോസഫിനെ കുഴിയിൽ നിന്ന് കയറ്റി ഈ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അപ്പോൾ ഈ കുഴിയിൽ നിന്ന് കയറ്റിയപ്പോൾ ജോസഫ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ സഹോദരന്മാർക്ക് മനസ്സ് മാറിയല്ലോ അല്ലേ. പക്ഷെ സംഭവിച്ചെന്താ, ഇവനെ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റു. ഇസ്മായിലിയ കച്ചവടക്കാർ അവനെ ഫറവോൻ്റെ ഉദ്യോഗസ്ഥനായ ഒരു പൊത്തിഫർ എന്ന് പറയുന്ന ആൾ, പൊത്തിഫർ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സ്ഥാനപ്പേരായിരിക്കാം, പൊത്തിഫറിന് അദ്ദേഹത്തെ വിറ്റു. പോത്തിഫറിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു കാര്യം ബോധ്യപ്പെട്ടു, യോസഫിനോട് കൂടെ യഹോവ ഉണ്ട്. യോസഫ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യഹോവ അനുഗ്രഹിക്കുന്നു. അപ്പോൾ പോത്തിഫർ എന്ത് ചെയ്തു, ഇവനെ തൻ്റെ സകല സ്വത്തിനും വിചാരകനാക്കി. പക്ഷേ പോത്തിഫറിൻ്റെ ഭാര്യ, ആ സ്ത്രീക്ക് നമ്മുടെ യോസഫിൽ താല്പര്യം വർദ്ധിച്ചു. യോസഫിനോടൊക്കെ ക്ഷയിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് ആ ഭാര്യ അവനെ പല രീതിയിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം ഇവനെ ബലമായിട്ട് ഇവനോട് ക്ഷയിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു ദോഷം കർത്താവിനോട് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് കുതിരി ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു മേലങ്കി ആ സ്ത്രീയുടെ കയ്യിൽപ്പെട്ടു. പോത്തിഫർ വന്നപ്പോൾ ഈ മേലങ്കി കാണിച്ചിട്ട് പോത്തിഫറിനോട് ഇവനെ കുറിച്ച് പരാതിപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്കറിയാം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, യോസഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്ത്രീ ഈ ഒരു തുണിക്കഷ്ണം വെച്ചിട്ട് യോസഫിനെതിരെ തെളിവുണ്ടാക്കി. പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാം അല്ലേ. മനസ്സറിയാതെ കിടന്നൊരു സംഭവം, അല്ലെ മനസ്സറിയാണ്ട് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് തെളിവുകൾ, സാക്ഷികളിങ്ങനെ ഒഴുകി വരികയാണ്. നമ്മൾ ചിന്തിച്ച് ഇവനോ അല്ലെങ്കിൽ ഇവളോ, നമ്മൾ മനസ്സിൽ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം അല്ലേ. ഇവളിങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ ഇവനിങ്ങനെ ചെയ്യോ. വേണ്ടപ്പെട്ടവരായിരിക്കാം, മക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, സമൂഹത്തിലുള്ളവരായിരിക്കാം, സഹോദരന്മാരായിരിക്കാം, പള്ളിക്കാരായിരിക്കാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇവിടെ യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെ. യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നമുക്കറിയാം, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യോസഫിന് അവിടെയും യോസഫിൻ്റെ കാരാഗ്രഹ പ്രമാണി മനസ്സിലാക്കി യോസഫ് മിടുക്കനാണ്. യോസഫിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഏൽപ്പിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് അപ്പക്കാരനും രാജാവിൻ്റെ അപ്പക്കാരനും പാനപാത്രവാഹകനും അവിടെ ജയിലിൽ ആകുന്നത്. രാജാവിന് അവരോട് തോന്നിയ അപ്രീതി അവരെ ജയിലിലേക്ക് അയച്ചു, കാരാഗ്രഹത്തിലാക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അപ്പക്കാരനും നമ്മുടെ പാനപാത്രവാഹകനും ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച യോസഫ് പാനപാത്രവാഹകനും അപ്പക്കാരനും കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത യോസഫ് പറഞ്ഞു അപ്പക്കാരനോട്,
നീ ഇത്ര ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടും. പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ വീണ്ടും രാജാവിൻ്റെ പാനപാത്രവാഹകനാകും. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പം യോസേഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു, പ്രിയമിത്രമേ, അല്ലെങ്കിൽ എന്തോ അവൻ സുഹൃത്തെ, നിങ്ങൾ വീണ്ടും രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് പറയണം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ. തീർച്ചയായിട്ടും ഞാൻ പറയാം എന്ന് പറഞ്ഞ് പോയ പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നുപോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വ്യക്തികളിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികളിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ, ഗ്രൂപ്പുകളിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ അവർ പറയും, തീർച്ചയായിട്ടും സുനിൽ പൊക്കോ നമ്മൾ പറയാം, അല്ലെങ്കിൽ താൻ പൊക്കോ ഞങ്ങളത് പറഞ്ഞേക്കാം, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം കേട്ടോ, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, അവർ കാര്യങ്ങൾ ചെയ്തു തരും. ഇവിടെയുള്ളവർ ഓരോരുത്തരും ഒന്നും ചെയ്യില്ല. ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാലം കഴിഞ്ഞു, രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഓർത്തു, ഇങ്ങനെ ഒരുത്തനുണ്ടല്ലോ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചെന്ന്. യോസേഫ് പാനപാത്രവാഹകൻ രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് രാജാവേ, അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു തരും. അതിന് യോസേഫിനെ വരുത്തി. യോസേഫ് ആ സ്വപ്നത്തിൻ്റെ വ്യക്തമായ ചിത്രം കൊടുത്തു. അത് കൊടുത്തപ്പോൾ രാജാവിന് തൃപ്തിയായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ സ്വപ്നം വ്യാഖ്യാനിച്ചതെന്ന് നിനക്ക് ഈ സ്വപ്നത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നടത്താനുള്ള കഴിവും കൂടിയുണ്ട്. നിന്നെ ഞാൻ ഈ രാജ്യത്ത് രണ്ടാമനാക്കുന്നു. പ്രിയമുള്ളവരെ, ജോസഫ് ആ രാജ്യത്ത് രണ്ടാമനായി. സർവ അധികാരങ്ങളും അവന് കിട്ടി, സർവ ആർഭാടങ്ങളും അവന് കിട്ടി. പ്രിയമുള്ളവരെ, ജോസഫിൻ്റെ വന്ന വഴികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അവൻ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ തെറ്റൊന്നും നമുക്ക് സംഭവിക്കില്ല. പക്ഷേ ആ കാലത്തിന് ശേഷം ദൈവം നൽകുന്ന അനുഗ്രഹം അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും. ഇവിടെ ജോസഫിന് നൽകിയതല്ല. ജോസഫ് പാനപാത്രവാഹകനോട് പറഞ്ഞപ്പോൾ ജോസഫ് വിചാരിച്ചു, ഇവൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകാം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം, അപ്പൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോവാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ അതിനേക്കാളൊക്കെ വലിയ സന്തോഷമാണ് കൊടുത്തത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ നടന്ന മഹാക്ഷാമകാലത്ത് തൻ്റെ അപ്പനും തൻ്റെ സഹോദരന്മാർക്കും ഭക്ഷണം കൊടുക്കാൻ യോസഫ് വരുന്നുണ്ടെന്നുള്ളൂ. കർത്താവ് യോസഫിനെ ഒരുക്കി കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരു സ്ഥാനത്തേക്ക്, അല്ലേ? പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചാലോ? പ്രിയമുള്ളവരെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, തെറ്റുകളില്ല എങ്കിൽ, ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുകയാണോ? ഒരു തെറ്റും ചെയ്യാതെ സങ്കടപ്പെടുകയാണോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താണ്ടിരിക്കുക. ദൈവം അതിന് മറുപടി കൊടുക്കും. യോസഫിന് മറുപടി കൊടുത്തതുപോലെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് ദൈവം നമ്മോട് കൽപ്പിച്ചപ്പോൾ അതൊരു കൽപ്പനയാണ്, ഒരു ആഹ്വാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. മറുപടി നൽകുന്ന നമ്മുടെ ദൈവം നിങ്ങളുടെ സങ്കടങ്ങൾക്ക് മറുപടി നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതിന് വേണ്ടി അവരിനെയും പരിചയപ്പെടുത്തുക. നിങ്ങളുടെ സഹോദരന്മാരെ, നിങ്ങളുടെ കുടുംബങ്ങളെ ഒക്കെ പരിചയപ്പെടുത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി വരും. യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഈ വചന സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം മറുപടി നൽകും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പല സാക്ഷികളും പറഞ്ഞു. ഞാൻ ഇനി വളരെ വ്യക്തമായ സാക്ഷികൾ അടുത്ത കാലങ്ങളിൽ പറയാം, അടുത്ത വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. പല സാക്ഷികളും വളരെ വ്യക്തതയോട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് അനുഗ്രഹമായി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകിയ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പരിശുദ്ധാത്മശക്തി നമുക്കെന്നറിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.